ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ റെക്കോർഡ് വരുന്നത് ഈ ഒരു നീളം വീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡ് മറിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലെവലിലാണ് കേട്ടോ നമ്മൾ റെക്കോർഡ് കൊടുക്കേണ്ടത്, വർക്കുകളൊക്കെ തുടങ്ങേണ്ടത്. നമ്മൾ തന്നിട്ടുള്ള 2 റെക്കോർഡിൽ ഒരു റെക്കോർഡിൽ എംബ്രോയ്ഡറി വർക്കും ട്രഡീഷണൽ വർക്കും, ഒരു റെക്കോർഡിൽ ടൈലറിങ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു നീളത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നീളത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ലെവലിൽ കൊടുക്കരുത്, ഈ ലെവലിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി വർക്കും ട്രഡീഷണൽ വർക്കും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. അപ്പോൾ റെക്കോർഡ് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ ബ്ലാക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംബ്രോയ്ഡറി വർക്കും ട്രഡീഷണൽ വർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റെക്കോർഡിലേക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കാണിച്ചു തരുന്നത് ആദ്യം നമ്മളെന്ത് ചെയ്യണം, ഒരു പേജ് നമ്മളൊന്ന് വിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു പേജ് നമ്മളൊന്ന് വിട്ടതിന് ശേഷം ഫസ്റ്റിൽ വെക്കുന്ന സ്റ്റിച്ച്, എംബ്രോയ്ഡറിയുടെ റെക്കോർഡാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫസ്റ്റിൽ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക് സ്റ്റിച്ചുകളാണ് നമ്മൾ ഫസ്റ്റിൽ വെച്ച് കൊടുക്കേണ്ടത്. ബേസിക് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 6 മാസം 1 വർഷമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എംബ്രോയ്ഡറി വർക്കും ട്രഡീഷണൽ വർക്കും ഉണ്ടല്ലോ അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റിൽ എംബ്രോയ്ഡറിയുടെ റെക്കോർഡാണ്. അതിൽ നമ്മൾ ബേസിക് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വരെ എത്ര സ്റ്റിച്ചുകളാണോ പഠിച്ചിട്ടുള്ളത് അത്രയും സ്റ്റിച്ചുകൾ എന്ത് ചെയ്യണം, ഒരു ഷീറ്റിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതാണ് ഫ്രണ്ട് പേജ് നമ്മളത് വെച്ച് കൊടുക്കേണ്ടത്. ഒരു പേജ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പേജിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അത്രയും അടുപ്പിച്ചിട്ട് തന്നെ ഒരുവിധം എല്ലാ സ്റ്റിച്ചുകളും ഇതിൽ തന്നെ കൊള്ളിക്കാൻ നോക്കുക. ഓക്കെ, ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മളെ റെക്കോർഡ് നമുക്ക് ഇത്ര വീതിയാണ് വരുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പകുതിയിലേറെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ ചെയ്യാം. അതിന് ശേഷം വരുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രൂപത്തിൽ നമ്മുടെ ഓരോ സ്റ്റിച്ചിൻ്റെ പേരുകൾ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഓരോ സ്റ്റിച്ചിൻ്റെ പേരുകൾ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റിച്ചുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ബേസായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. എംബ്രോയ്ഡറിയിലുള്ള എല്ലാ സ്റ്റിച്ചുകളും ബേസായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അതേ രൂപത്തിൽ അതിൻ്റെ പേരുകളും ഫുള്ളായിട്ടൊന്ന് എഴുതി കൊടുക്കുക. അങ്ങനെ ഈ ഒരു പേജിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചുകൾ കൊടുത്തു അല്ലേ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതായത് അത്രയും അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ മാർജിനൊക്കെ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് ആ ഒരു ഫുള്ളായിട്ട് വരുന്ന പിക്ചറുകൾ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതായത് ഫുള്ളായിട്ട് വരുന്ന സ്റ്റിച്ചുകൾ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഇനി സ്റ്റിച്ചുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബേസ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഈ ഒരു ഭാഗം ചെയ്യുന്ന പറഞ്ഞ സമയത്ത് സിലബസ് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്തു, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ നമ്മൾ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തു. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മാർജിൻ വരച്ചതിൻ്റെ ഇപ്പുറ ഭാഗത്തു നിന്നാണല്ലോ അല്ലേ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ലെവലിലാവും നമുക്ക് ഉണ്ടാവുക. ബാക്കി ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേരുകൾ ബാക്കി എഴുതി വെക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെക്കോർഡിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലേസ് എങ്ങനത്തെ എന്നുള്ളത് കാണിച്ചു തരാം. അത് ഇതിൻ്റെ ചുറ്റുവശം നമുക്ക് എന്ത് ചെയ്യാം, ലേസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബേസിക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡ് സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സിലബസിൽ വരുന്നതാണ് നിങ്ങൾ മോട്ടിഫായിട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മോട്ടിഫായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് റെക്കോർഡ് സിലബസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പിക്ചറും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ പേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഷോർട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വിധത്തിലുള്ളൊരു എന്ത് ചെയ്യുക, ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് നീളോ 10 ഇഞ്ച് വീതിയിലുള്ള ഒരു സമചതുരത്തിലുള്ളൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഷോർട്ട് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഷോർട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ക്ലോത്ത്
നമ്മൾ ഡിസൈൻ ചെയ്തത് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഒട്ടിച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പശ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു മോഡൽ റെക്കോർഡിലുള്ള ലേസ്, പല രൂപത്തിലുള്ള ലേസുകൾ നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ വക്ക് ഭാഗങ്ങളിലൊക്കെ ഇട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് സിലബസിലേക്ക് വരുന്ന എല്ലാ വർക്കുകളും നിങ്ങളതൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് ഈ ഒരു പേജിൽ ഷോർട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് വശത്ത് ഒട്ടിക്കാണ്ട്, ഈ ഭാഗത്ത് ഒട്ടിക്കാണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്താണ് ലോങ് റണ്ണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്യേണ്ടത്. അതിന് ശേഷം വരുന്ന ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? ഒരു പേജിൻ്റെ നല്ല വശത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാ എംബ്രോയ്ഡറി വർക്കുകളും നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ചൊരു മോഡലാണ്, ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ വൈറ്റ് ക്ലോത്തിലാണല്ലോ അല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പിക്ചറുകൾ നിങ്ങൾക്ക് ബ്ലാക്ക് ക്ലോത്തിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാണ് വേണ്ടത്. ഏതൊരു സ്റ്റിച്ചും ചെയ്തതിന് ശേഷം ലേസ് ഒട്ടിക്കുക. ലേസ് ഒട്ടിച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് ഏത് സ്റ്റിച്ചാണോ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും മുകൾ ഭാഗത്തൊന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ റെക്കോർഡ് വർക്ക് വരുന്നത്. ഇതേ രീതിയിലാണ് നമുക്ക് ട്രഡീഷണൽ വർക്കും നമുക്ക് വരുന്നത്. അതായത് ട്രഡീഷണലിൻ്റെ ബേസ് ആദ്യം ചെയ്യുക, അതിനുശേഷം ട്രഡീഷണൽ റെക്കോർഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ ഓരോ പിക്ചറിലാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒട്ടിക്കേണ്ടത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മോത്തിഫുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് ലേസ്, ഏത് രീതിയിലുള്ള ലേസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എംബ്രോയ്ഡറി വർക്കും ട്രഡീഷണൽ വർക്കും നമുക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് രണ്ട് ഓക്കെ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈലറിങ്ങിൻ്റെ റെക്കോർഡ് വർക്ക് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അതായത് എംബ്രോയ്ഡറി വർക്കും ട്രഡീഷണൽ വർക്കും ചെയ്യേണ്ട റെക്കോർഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത് വരുന്നത് ടൈലറിങ്ങിൻ്റെ ഇത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ഈ രീതിയിലാണ് നമുക്ക് പിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള പേജ് കഴിഞ്ഞതിന് ശേഷം ഒരു പേജ് നമ്മളൊന്ന് വിട്ട് കൊടുക്കുക, വിട്ട് തരിക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് തന്നിട്ടുള്ള റെക്കോർഡ് സിലബസിൽ തന്നിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ടല്ലോ അല്ലേ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചെയ്യുന്ന സമയത്ത് ഇതിലാണ് നീളം നമ്മൾ എടുക്കേണ്ടത്. ഈ റെക്കോർഡിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വിധത്തിലുള്ള ചെറിയ ഡ്രസ്സുകളാണ് നിങ്ങൾ തയ്ച്ച് കാണിക്കേണ്ടത്. ഈ റെക്കോർഡിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ചെറിയ ഡ്രസ്സുകളാണ് നിങ്ങൾ തയ്ക്കേണ്ടത്. ഒരിക്കലും റെക്കോർഡിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് നീളത്തിലായാലും വീതിയിലായാലും പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ ഒരു നീളം വീതിയുടെ ഉള്ളിൽ വേണം നിങ്ങൾ ഇത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ. അപ്പോൾ നമുക്കിപ്പോൾ വരുന്നത് ഫസ്റ്റിൽ നമുക്ക് ആ ഹാൻഡ് കർച്ചീഫാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിതിന് 4 വശം മാർജിൻ വരച്ച് കൊടുത്തതിന് ശേഷമാണല്ലോ അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഹാൻഡ് കർച്ചീഫ് നമ്മൾ തയ്ച്ചു. ഹാൻഡ് കർച്ചീഫിൻ്റെ ചീത്ത വശത്ത് കുറച്ച് പശയാക്കിയിട്ട് നമ്മളത് ചെയ്തു, നല്ല വശത്ത് വെച്ചിട്ടൊന്ന് അത് ഒട്ടിച്ച് കൊടുത്തു. നമ്മൾ ടൈലറിങ്ങിൻ്റെ റെക്കോർഡിന് നമുക്ക് ലേസും കാര്യങ്ങളൊന്നും ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അത് നമുക്കിങ്ങനെ ഈ ഒരു നീളത്തിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അളവുകളൊക്കെ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹാൻഡ് കർച്ചീഫ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാം, ഹാൻഡ് കർച്ചീഫിൻ്റെ അളവ് നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം, അതായത് നമ്മൾ മുകൾ ഭാഗത്ത് ഹാൻഡ് കർച്ചീഫ് എന്ന് എഴുതാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം ഇത് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഭാഗത്ത് നമുക്കെന്ത് ചെയ്യും, എത്രയാണോ ഹാൻഡ് കർച്ചീഫിന് എടുത്തിട്ടുള്ള അളവുകൾ അത് നമ്മളെന്ത് ചെയ്യണം, താഴെ ഭാഗത്ത് ഒന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാൻഡ് കർച്ചീഫിൻ്റെ ഭാഗം നമ്മളത് കഴിഞ്ഞു. അതിന് ശേഷം വരുന്നത്
രണ്ടാമത് വരുന്നത് ആപ്രോൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, റെക്കോർഡ് സിലബസിലുള്ള ആപ്രോൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആപ്രോൺ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക. ആപ്രോണിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്താണ് അളവുകൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ. പിന്നീട് വരുന്നത് നമുക്ക് ബിബാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബിബ് നമ്മൾ ഇവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അളവ് വരുന്നത് നമുക്ക് എവിടെയാണ്, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അളവ് എഴുതി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ. നമ്മൾ ബിബൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ബിബിൻ്റെ കെട്ടുന്ന ഭാഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടിച്ച് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 4 വശം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പശ തേച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അളവുകൾ എഴുതുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്താണ് അളവുകൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈലറിങ്ങിൻ്റെ റെക്കോർഡ് വർക്കും ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ടൈലറിങ്ങിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. ആപ്രോൺ ആണല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹാൻഡ് കർച്ചീഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡിൽ തന്നിട്ടുള്ള ഏത് വർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഫസ്റ്റിൽ നമ്മൾ തന്നിട്ടുള്ള ഓർഡർ വൈസ് ആയിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഹാൻഡ് കർച്ചീഫ് ആണെന്നുണ്ടെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെക്കോർഡിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വിധത്തിലുള്ളതൊന്ന് ചെയ്തു. ഓക്കെ. അതിനുശേഷം ഏതൊക്കെ ഡ്രസ്സുകളാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ലോത്ത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ടൈലറിങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കാൻ നോക്കുക. കോട്ടൺ ക്ലോത്താണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നീറ്റ് ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ പോളിസ്റ്ററിൻ്റെ ഒക്കെ ക്ലോത്തുകൾ ഉണ്ടാവുമല്ലോ അല്ലേ, അങ്ങനത്തെ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്ലോത്തും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് വർക്ക് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളുടെ. അപ്പോൾ ഓരോന്നും ചെയ്യുന്ന സമയത്തും അതിൻ്റെ അളവുകൾ നമ്മുടെ മുന്നിലുള്ള പേജിൽ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ മോഡലായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് സിലബസിലുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ.